ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പ്രത്യേക ഐറ്റംസിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഐറ്റമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ നമുക്കൊക്കെ അറിയാം എന്താണ്. നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് കുറച്ച് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ആ തേയ്മാനവും കുറച്ചതിന് ശേഷം മാത്രമാണ് ആ വാല്യൂ എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും കണക്കാക്കാറുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ബൈ വെയർ ആൻഡ് ടിയർ കോസ്ഡ് ബൈ ദെയർ യൂസ് ഇൻ ദ ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ കാലങ്ങളായിട്ട് ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് കുറച്ച് തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതിനുശേഷമുള്ള ആ അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു തേയ്മാനത്തിൻ്റെ വാല്യൂനെ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ മുകളിലുമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? നമ്മൾക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന അസറ്റുകളാണ്. ലൈക്ക് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട് ഇതിൽ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പറഞ്ഞാൽ ചില ഏതെങ്കിലും ടെക്നോളജിനെ കുറിച്ച് അറിവുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതിന് പേറ്റൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കാം, ട്രേഡ് മാർക്ക് ഉണ്ടാവും, ലൈസൻസി ആയിരിക്കാം, ഫ്രാഞ്ചൈസി ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിനും ഇൻടാഞ്ചിബിളായ അസറ്റിനും ഒക്കെ ഈ ഒരു വാല്യൂ വരുന്നുണ്ട്. 2 എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ. രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ വരുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ അസറ്റ് ഷുഡ് ബി ഓൺഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ അസസി. ആരാണോ അസസി, ആ അസസി മുഴുവനായിട്ടും അത് ഓൺ ചെയ്തിരിക്കുന്ന അസറ്റ് ആയിരിക്കണം. അയാളുടെ കീഴിലുള്ളത് അല്ലെങ്കിൽ അയാളുടെ സ്വന്തമായിട്ടുള്ള അസറ്റായിരിക്കാം. മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയെങ്കിലും അസസിയുടെ അസറ്റുകളായിരിക്കണം എന്നാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ അസറ്റുകളെല്ലാം അസസിയുടെ ബിസിനസ്സോ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേൽ അസസിക്ക് ഉള്ള അസറ്റുകൾ അയാളുടെ പേരിൽ, സ്വന്തം പേരിലുള്ള അസറ്റുകളായിരിക്കണം. മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയെങ്കിലും അയാളുടെ പേരിലുള്ളതായിരിക്കുകയും അയാൾ ചെയ്യുന്ന ബിസിനസ്സോ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഈ അസറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഡിപ്രീസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിപ്രീസിയേഷൻ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടിരിക്കുന്നത് എവിടെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്താണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കും ഡെബിറ്റ് സൈഡിൽ. അതേപോലെ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് കാണിക്കുക. പക്ഷേ ഇവിടെ ടാക്സിൻ്റെ പർപ്പസിലെ ഡിപ്രീസിയേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഫസ്റ്റ് കേസ്, ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. എന്താണ് ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കൂട്ടം അസറ്റുകളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അതിനെയാണ്, അല്ലാതെ ഓരോ ഐറ്റമായി എടുക്കുന്നതിന് പകരം ചില അസറ്റുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഫോളിങ് വിതിൻ എ ക്ലാസ് ഓഫ് അസറ്റ്സ് കംപ്രൈസിങ് ടാഞ്ചിബിൾ അസറ്റ്. ഇപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് എല്ലാം ഒറ്റ ബ്ലോക്ക്, ഇൻടാഞ്ചിബിൾ അസറ്റ് എല്ലാം വേറൊരു ബ്ലോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ ഒന്നിനെ ഗ്രൂപ്പ് ചെയ്യുക. അതിനാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓഫ് വിച്ച് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ്. എന്താണോ ആ ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്, ആ പ്രിസ്ക്രൈബ് ഇരിക്കുന്നത് അത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. മെത്തേഡ്സ് ഡിപ്രീസിയേഷൻ, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ്? ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ ഓൾ അസറ്റ്സ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ്, ഇൻകം ടാക്സിൻ്റെ പർപ്പസിൽ എല്ലാ അസറ്റുകൾക്കും നമ്മൾ ഏത് മെത്തേഡിലാണ് ചെയ്യുക? റിട്ടൺ ഡൗൺ വാല്യൂ. എന്താ റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. 10,000 രൂപയ്ക്ക് ഒരു മെഷീനറി നമ്മൾ വാങ്ങി, ഒരു വർഷം കഴിയുമ്പോൾ അതിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ 1000 രൂപ കുറയ്ക്കും. അപ്പോൾ 10,000 നിന്ന് 1000 കുറച്ച് ബാക്കി ഇപ്പോഴത്തെ നിലവിലത്തെ വില എത്ര? 9,000. പിന്നെ ആ 9,000-ൻ്റെ 10% കാണുക. അങ്ങനെ കുറഞ്ഞു വരുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഇൻ ഓൾ അസറ്റ്സ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് അസറ്റ്സ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ് എൻഗേജ് ഇൻ പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഈ ഒരു മെത്തേഡ് എല്ലാ അസറ്റുകളും ഇൻകം ടാക്സ് പർപ്പസിന്
റിട്ടൺ ഡൗൺ വാല്യൂ ബേസിസിലാണ് ചെയ്യുക. ഏതൊഴികെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പവർ ജനറേറ്റ് ചെയ്യുന്നോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോ ആയിട്ടുള്ള അത് എൻഗേജ് ചെയ്യുന്ന അത്തരത്തിലുള്ള അസറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് വിച്ച് ഈസ് ഇൻ യൂസ് ഇൻ എ ബിസിനസ് ഫോർ 180 days ഓർ മോർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബിസിനസ്സിൽ ഈ ഒരു അസറ്റ് 180 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിട്ടുണ്ടോ, യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് അറ്റ് ഫുൾ റേറ്റ്. അങ്ങനെയാണെങ്കിൽ 180 ദിവസത്തിന് മുകളിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ റേറ്റ് തന്നെയാണ് അത് ചാർജ് ചെയ്യുക. അസറ്റ് ലെസ് ദാൻ 180 days ആണ് പ്രീവിയസ് ഇയറിൽ ഉപയോഗിക്കുന്നതെങ്കിലോ പകുതി ആയിരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ ഫുൾ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ അതിന് പകുതി എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. 180 ദിവസമോ അതിൽ കൂടുതലോ അസറ്റ് ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ റേറ്റ് ചാർജ് ചെയ്യും. അതിൽ കുറവാണെങ്കിൽ തന്ന റേറ്റ് എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ ആ റേറ്റുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ബിൽഡിംഗ് ആണ്. ബ്ലോക്ക് 1. എന്താണ് ബ്ലോക്ക് 1ൽ പറയുന്നത്? അതായത് മെയിനായിട്ട് റെസിഡൻഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5% ഡിപ്രീസിയേഷൻ. ഇനി പറയുന്നത് റെസിഡൻഷ്യൽ പർപ്പസോ അല്ലെങ്കിൽ സബ് ഐറ്റംസോ താഴെ പറയുന്ന കേസോ അല്ലാത്ത ബിൽഡിങ്സ് ആണെങ്കിൽ 10%. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിൽഡിങ്സ് ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീനറി ആൻഡ് പ്ലാൻ ഫോമിംഗ് പാർട്ട് ഓഫ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ്. വാട്ടർ സപ്ലൈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ബിൽഡിങ്ങോ അല്ലെങ്കിൽ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസൊക്കെ ആണെങ്കിൽ അവിടെ 40% ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസിന് 5, അതല്ലാത്ത റെസിഡൻഷ്യൽ പർപ്പസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ പ്രൊജക്റ്റോ അല്ലാത്തതിനൊക്കെ 10%, വാട്ടർ പ്രൊജക്റ്റ് ആണെങ്കിൽ 40%. ഇനി പ്യുവർലി ടെമ്പററി ക്രിയേഷൻ സച്ച് ആസ് വുഡൻ സ്ട്രക്ചേഴ്സ്. ഇനി ടെമ്പററി ക്രിയേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിന് 40%. ഇങ്ങനെയാണ് ബിൽഡിങ്സിൻ്റെ കാര്യം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അടുത്തത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് പറഞ്ഞാൽ ബ്ലോക്ക് 1ൽ തന്നെയാണ് വരുന്നത്. അവിടെ എന്തൊക്കെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് 10% ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് മെഷീനറി ആൻഡ് പ്ലാന്റ് ആണ്. അതിൽ ബ്ലോക്ക് 1ൽ പറയുന്ന മോട്ടോർ കാർ അതർ ദാൻ ദോസ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. അതായത് ഹയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ മോട്ടോർ കാറിൽ 15%. മെഷീനറി ആൻഡ് പ്ലാന്റ് കോമൺ ആയിട്ട് 15%. ഷിപ്പാണെങ്കിൽ 20%. മോട്ടോർ ബസ് മോട്ടോർ ലോറി അങ്ങനെയൊക്കെ ആണെങ്കിൽ 30% ആണ്. പിന്നെ എയറോപ്ലെയിൻസ് അതൊക്കെ വെച്ചാൽ 40%. പിന്നെ കണ്ടെയ്നറൊക്കെയാണ് യൂസ് ചെയ്തെങ്കിൽ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് യൂസ്ഡ് ആസ് എ റീഫിലിൻ്റെ ഭാഗമായിട്ട് 40%. പിന്നെ പുതിയ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഈ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതെങ്കിൽ, പക്ഷേ 2009 മുന്നേ ആണെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തെങ്കിൽ 40%. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതാവും എല്ലാം ഇതിനെ കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ബ്ലോക്ക് 6ൽ പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയാണെങ്കിൽ 40% വരുന്നത്. പിന്നെ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അസറ്റായിട്ട് പറയുമ്പം ആനുവൽ പബ്ലിക്കേഷനും ഈ അസസി ഓൺ ചെയ്തിരിക്കുന്ന ബുക്കുകൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ലൈബ്രറിയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ 40% ആണ്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ 40% ആണ്. പിന്നെ റോളേഴ്സ് ഫ്ലോർ മില്ല് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അസറ്റാണെങ്കിൽ 40%. പിന്നെ മെഷീനറി ആൻഡ് പ്ലാന്റ് യൂസ് ഇൻ വാട്ടർ സപ്ലൈ പ്രൊജക്റ്റിലൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40%. പിന്നെ ബുക്സ് അസസി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ലോയറൊക്കെ ആണെങ്കിൽ ഒരുപാട് നിയമപുസ്തകങ്ങൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 40% ആണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക. പിന്നെ മോട്ടോർ ബസ് ലോറി റിക്വയർഡ് ഓൺ ആഫ്റ്റർ 2019 ആ ഒരു ഡേറ്റിന് ഓൺ ഓർ ആഫ്റ്റർ ആ ദിവസമോ അതിന് ശേഷമോ ആണ്. പക്ഷേ 2020 ഏപ്രിൽ 1 മുന്നേ ആണെങ്കിൽ നമ്മൾ 45% ആണ് അതിന് ഈടാക്കുന്നത്. ഇത്രയാണ് ഈ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റുകൾ നമുക്ക് നോഹോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്നോളജിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ പേറ്റൻറ്റ് കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് ലൈസൻസ് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കൊമേഴ്ഷ്യൽ റൈറ്റുകളൊക്കെ ഈ നേച്ചറിലുള്ള കൊമേഴ്ഷ്യൽ റൈറ്റ് നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ 25% ആണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക. പിന്നെ പറയുന്നതാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 31/3/2005 ശേഷമാണെങ്കിൽ
അതിന് മാത്രം ഒരു അഡീഷണൽ ഡിപ്രീസിയേഷനും കൂടി ചാർജ് ചെയ്യണം. അതായത് 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡേറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. 2005 മാർച്ചിന് ശേഷം വാങ്ങുന്ന പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ഈ പറഞ്ഞതിന് പുറമെ എന്തും കൂടി കാണിക്കണം, 20% അഡീഷണൽ ഡിപ്രീസിയേഷനും കൂടി കാണിക്കണം. ഇനി ഇവിടെയും എങ്ങനെയാണത് അവൈൽ ചെയ്യുന്നത്? ആദ്യം എന്നാണോ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്, ആദ്യമായിട്ട് എന്നാണോ യൂസ് ചെയ്യുന്നത് അത് മുതലാണ് അതിൻ്റെ സമയം നമ്മൾ കണക്കാക്കേണ്ടത്. അഡീഷണൽ ഡിപ്രീസിയേഷൻ എപ്പോഴും മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ, ഏത് വർഷത്തിലാണോ ആ മെഷീനറി വാങ്ങിയോണ്ട് മാത്രം കാര്യമില്ല, എപ്പോഴാണോ അത് യൂസ് ചെയ്യുന്നത് അത് മുതലാണ് അത് കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിനോ HUF-നൊക്കെ പുതിയ ടാക്സേഷൻ 115 BSc ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ലെസണിലൊക്കെ ഇതുപോലെ പറഞ്ഞു 115 BSc പുതിയ ടാക്സ് റേറ്റ് ആണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വലിനോ HUF-നോ ഒക്കെ നമുക്ക് ഈ റേറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പം ഇങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റുകൾ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടി ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1/4/2023 ആകെയുള്ള മെഷീനറി എന്ന് പറയുന്നത് ഫർണിച്ചർ എന്ന് പറയുന്നത് 1,30,000 ആണ്. പുതിയ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി 70,000 രൂപയ്ക്ക്. പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും എന്നാണ് ജനുവരി 8-ാം തീയതിയാണ് 40,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, 1/4/2023 ആണ്. അപ്പോൾ ആ പുതിയ ഇയറിലാണ്, നമ്മൾ ഫിനാൻഷ്യൽ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിൽ 1/30-ൻ്റെ ഫർണിച്ചർ ഉണ്ട്. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ആ ഓഗസ്റ്റ് മാസത്തിൽ പർച്ചേസ് ചെയ്തപ്പം നമ്മൾ മാർച്ച് വരെയാണല്ലോ കണക്കാക്കുക ഫിനാൻഷ്യൽ ഇയർ. ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 7 മാസം അത് യൂസ് ചെയ്തിട്ടുണ്ട്. 7 മാസം എന്ന് പറയുമ്പോൾ 180 ദിവസത്തിനേക്കാൾ കൂടുതൽ വന്നതുകൊണ്ട് ഫുൾ റേറ്റ് ചാർജ് ചെയ്യാനാണ്. ഫുൾ റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 10%. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ 10% ആണ് ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1/30 പിന്നെ 70, അപ്പോൾ ഇത് രണ്ടിനും കൂടി എത്രയാണ്? 2 ലക്ഷത്തിൻ്റെ 10% നമുക്ക് ആദ്യം ചാർജ് ചെയ്യും. 20,000 അവിടെ കാണിക്കാം. പിന്നെ പറയുന്നത് രണ്ടാമത് പിന്നെന്താ ഫർണിച്ചർ പർച്ചേസ് ചെയ്തെന്നാ ജനുവരി 8-ാം തീയതിയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അവിടെ നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം 180 ദിവസം തികഞ്ഞിട്ടില്ല. അങ്ങനെ വരുന്ന കേസിൽ ഇതിൻ്റെ പകുതി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ 10% ഫുൾ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പകുതി 5% മാത്രമാണ് 40,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് 2,000 വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എത്രയും രണ്ടും കൂടിയിട്ട് ആദ്യത്തെ കേസിൽ 2 ലക്ഷത്തിൻ്റെ 10%വും 180 ദിവസം ആവാത്ത കൊണ്ട് ആ റേറ്റിൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 20 + 2 22,000 നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഡിപ്രീസിയേഷൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫർണിച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആ 180 ഡേയ്സ് ആയോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വരും. എപ്പോഴാണെങ്കിൽ 31/3/2005 മാർച്ച് 30-ന് ശേഷം വാങ്ങിയതാണെങ്കിൽ. ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നില്ല, കാരണം 180 ഡേയ്സ് ഒന്നും അവിടെ ആയിട്ടില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഇല്ലാത്തത്. ഇവിടെ അടുത്ത ഇല്ലുസ്ട്രേഷൻ ഒന്ന് നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട്. ഏപ്രിലിൽ എത്രയാണ്? 4.5 ലക്ഷമാണ് ഓൾറെഡി ഉള്ളത്. അതിൽ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മാർച്ച് 1-ാം തീയതിയാണ് 1 ലക്ഷം. അപ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ആദ്യത്തെ കേസ് പറയുമ്പോൾ 4,50,000 ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? 15% ആണ്. അപ്പോൾ 15% നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. 4,50,000-ൻ്റെ 5% 67,500. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അടുത്തത് 1 ലക്ഷത്തിൻ്റെയാണ്. അത് മാർച്ച് 1-നാണ് വാങ്ങിയത്. 180 ദിവസം ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളതിന് പകുതി മാത്രം ഡിപ്രീസിയേഷൻ എടുക്കാം. 15%-ൻ്റെ പകുതിയായിട്ടുള്ള 7.5% മാത്രമാണ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. 7,500. അപ്പോൾ ടോട്ടൽ നമുക്ക് 75,000 വന്നിട്ടുണ്ട്. 75,000 വന്നതിന് പുറമെ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടി കൊടുക്കുക ഈ 1 ലക്ഷത്തിന്. കാരണം അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് 2005-31 ശേഷം ആകുമ്പോൾ നമ്മളതിൻ്റെ പകുതി റേറ്റ് പറഞ്ഞു 1 ലാക്ക്. ഇവിടെ നമ്മൾ 1 ലാക്കിൻ്റെ നമ്മൾ എത്ര ശതമാനമാണ് കാണുന്നത്? 20% നമ്മളിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്
നേരത്തെ പറഞ്ഞത് ഈ ഒരു കാര്യം മറക്കരുത്. അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടി 20% പറഞ്ഞു. പക്ഷേ 180 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ 10% മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നോർമൽ ചെയ്യാം. അതിനുശേഷം അഡീഷണലി നമ്മൾ പുതിയതായി പർച്ചേസ് ചെയ്തതിന് മാത്രം കൊടുക്കേണ്ടത് എത്രയാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ 10%. കാരണം ഇവിടെ ഫുള്ളായിട്ട് 20% എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് ടോട്ടൽ 85,000 ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ഏകദേശം നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. റിട്ടേൺ ഡൗൺ വാല്യൂ ഇവിടെ ഏപ്രിൽ തന്നിട്ടുണ്ട് 1,10,000 എന്ന് പറയുന്നുണ്ട്. ഫർണിച്ചർ 2 ജൂൺ 2023 പർച്ചേസിന് 15,000. ജാനുവരി 8 തീയതി 20,000 പർച്ചേസ്. പിന്നെ ഉള്ള ഓൾഡ് ഫർണിച്ചറിൽ നമ്മൾ കുറച്ച് ഫർണിച്ചർ വിറ്റിട്ടുണ്ട് 19 ഫെബ്രുവരിയിൽ 3,000 രൂപയുടെ. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ 10% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കാം. ആദ്യത്തെ കേസിൽ നമ്മൾ ആ ഫുൾ വാല്യൂ 1 തീയതി എത്രയാണ് വാല്യൂ 110 ഉണ്ട്, അതങ്ങനെ എടുത്തെഴുതി. അതിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് 15,000. അപ്പോൾ 15,000 എഴുതി. പിന്നെ നമ്മൾ പുതിയ ഫർണിച്ചർ 20,000 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര രൂപ വാല്യൂ ഉള്ള അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, 1,45,000 അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ കുറച്ച് 3,000 രൂപയുടെ ഫർണിച്ചർ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ 1,45,000 ആ 3,000 ലെസ് ചെയ്തിട്ട് 1,42,000 കിട്ടി. അപ്പോൾ നിലവിൽ നമുക്ക് അസറ്റ് എന്ന് പറയുന്നത് ഇത്ര രൂപയുടെ അസറ്റാണുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 8/1 പർച്ചേസ് ചെയ്തു. 8/1 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര ശതമാനം എടുക്കാൻ പറ്റുള്ളൂ, അവിടെ 180 ദിവസം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയേ പറ്റുള്ളൂ, 5% മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ 5% മാത്രം എന്ന് പറയുമ്പം എത്രയാണ് വരുന്നത്, 20,000 ആണ് വാങ്ങുമ്പോഴുള്ള വില. ആ 20,000-ൻ്റെ 5% പറയുമ്പോൾ 20,000 × 5/100 1000. അടുത്തതോ ഡിപ്രീസിയേഷൻ 10% വന്ന ബാലൻസ്. ഈ 20,000 കുറച്ചിട്ട് ബാലൻസ് എത്രയുണ്ട്, 1, 10, 15. അപ്പോൾ 1, 10, 15 പറഞ്ഞാൽ 1,25. 1,25 നമ്മൾ ഫുൾ റേറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും 10%. അത് 12,200 വരുന്നത്. അതായത് 1,42. 1,42-ൽ നിന്ന് ഈ 20,000 കുറച്ചാൽ ബാലൻസ് എന്താണോ വരുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ 10% ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 10% ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 13,200. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. മൊത്തത്തിൽ എത്ര അസറ്റ്, ഇവിടെ കുറേ അസറ്റ് തന്നുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ 2, 3 അസറ്റ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ കുറേ വാങ്ങലുകൾ വന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു ബ്ലോക്കായിട്ട് എടുത്തത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എത്ര അസറ്റ് ഉണ്ട് നോക്കി, അതിൽ വിറ്റതൊക്കെ കുറച്ചു. അപ്പോൾ നിലവിൽ എത്ര അസറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ നമ്മൾ 180 ദിവസം ആയോ ഇല്ലേ എന്നുള്ളത് നോക്കുകയാണ് ചെയ്തത്. 180 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുൾ റേറ്റ് തന്നെ ചാർജ് ചെയ്യാം, അല്ലാത്തതിനൊക്കെ പകുതി റേറ്റാണ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു 2-3 പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്കത് എക്സാമ്പിൾ സഹിതം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്